മോഹിനി ടേബിളിൽ പേപ്പർ വെച്ച് ത്രിലോകിന് അരികിലേക്ക് നീട്ടി. ത്രിലോ നെറ്റിച്ചൊളിച്ച് അത് വാങ്ങി നോക്കി. അത് വായിച്ചതും ത്രിലോ ഞെട്ടലോടെ മോഹിനിയെ നോക്കി. അപ്പച്ചി, ഇത് ഡിവോഴ്സ് നോട്ടീസ്. വേഗം വേണം, മോഹിനി പറഞ്ഞു. പറ്റില്ല, ത്രിലോക് അവരുടെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു. എന്തുകൊണ്ട്? മോഹിനി ദേഷ്യം കുറിച്ചില്ല. ബിക്കോസ് ഐ ലവ് ഹെർ. ത്രിലോകിൻ്റെ ശബ്ദമുയർന്നു. പറ്റില്ല, ഒന്നും രണ്ടുമല്ല, 25 lakhs അല്ലേ കൊടുത്തത്. അങ്ങനെ കാശിന് ആർത്തിയുള്ളവൾക്ക് നിന്നെ ഇനി വേണ്ട. ഞാൻ അതിന് സമ്മതിക്കില്ല, മോഹിനി പറഞ്ഞു. അപ്പച്ചി, അങ്ങനെയല്ല, ത്രിലോക് ഒന്ന് മയത്തിൽ പറഞ്ഞു. പറ്റില്ല ത്രിലോക്, നീ ഇതിൽ സൈൻ ചെയ്ത് അവളുമായുള്ള ബന്ധം പിരിയണം. ഇല്ലെങ്കിൽ, മോഹിനി ഒന്ന് പറഞ്ഞു നിർത്തി. ഇല്ലെങ്കിൽ, ത്രിലോ നെറ്റിചൊളിച്ചു. സ്വത്ത് കൈമാറ്റം ചെയ്യുന്നത് എനിക്ക് ഒന്നുകൂടെ ആലോചിക്കേണ്ടി വരും, മോഹിനി പറഞ്ഞു. അമ്മേ, നീ മിണ്ടരുത്, മോഹിനി പറഞ്ഞു. നീ പറ, നിന്റെ അച്ഛൻ്റെയും മുത്തച്ഛൻ്റെയും സ്വത്തുക്കൾ വേണോ, അതോ കാശിനോട് ആർത്തിയുള്ള ആ പെണ്ണ് വേണോ, മോഹിനി ചോദിച്ചു. അപ്പച്ചി, ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്ക്. ഞങ്ങളുടെ അവസ്ഥ, ത്രിലോ പറഞ്ഞു. വേണ്ട, സൈൻ ചെയ്ത് ഞാൻ പറയുന്ന പോലെ അനുസരിച്ചാൽ ഈ സ്വത്തെല്ലാം നിൻ്റേതാവും. അല്ലെങ്കിൽ ഒന്നുമില്ലാതെ അവളുടെ അടുത്ത് തന്നെ പോവാം, അതും ഇപ്പോൾ തന്നെ, ഈ നിമിഷം, മോഹിനി പറഞ്ഞു. അമ്മേ, അജു വിളിച്ചു. ആലോചിക്കാൻ 2 മിനിറ്റ് സമയം തരാം. മോഹിനി പുറത്തേക്ക് ഇറങ്ങി നിന്നു. അജു വേഗം ത്രിലോകിൻ്റെ അടുത്തേക്ക് ചെന്നു. ഡാ, സൈൻ ചെയ്തേക്ക്. വൈദേഹി പിന്നെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. തൽക്കാലം അമ്മ പറയുന്ന പോലെ ചെയ്, അജു പറഞ്ഞു. ത്രിലോ നിറഞ്ഞ കണ്ണോടെ നിസ്സഹായനായി അജു ഒന്ന് നോക്കി. എടാ, ഒരു പേപ്പറിൽ സൈൻ ചെയ്തെന്ന് കരുതി അവൾ നിന്റെ ഭാര്യയില്ലാതാവോ? ഈ സ്വത്തൊക്കെ നിന്റെ കയ്യിൽ വന്ന് വെങ്കിയടക്കം ഉള്ളവരോട് പകരം വീട്ടാനല്ലേ നമ്മൾ ഇത്ര പാടുപെട്ടത്, അജു പറഞ്ഞു. ത്രിലോക് ഒന്നും മിണ്ടാതെ മുറിയിൽ കയറി ഡോർ ലോക്ക് ചെയ്തു. മോഹിനി അകത്തേക്ക് കയറിയപ്പോൾ അജു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്പസമയം കഴിഞ്ഞ് ത്രിലോ മുറിയിൽ നിന്നിറങ്ങി. അവൻ്റെ കയ്യിൽ ഡ്രസ്സ് കുത്തി നിറച്ച ബാഗും ഉണ്ടായിരുന്നു. അജി അത് കണ്ട് കണ്ണുമേച്ച് നിന്നു. ത്രിലോ മോഹിനിയുടെ അടുത്തേക്ക് ചെന്ന് ഡിവോഴ്സ് പേപ്പർ കയ്യിലെടുത്തു. അവൻ്റെ നീക്കം എന്താണെന്നറിയാൻ അവർ ആകാംക്ഷയോടെ നോക്കി നിന്നു. സ്വത്തിന് വേണ്ടി മാത്രമല്ല അപ്പച്ചി, വേറെ ഈ ലോകത്ത് ഒന്നിനു വേണ്ടിയും വൈദേഹി ഞാൻ ഉപേക്ഷിക്കില്ല. ത്രിലോക് ആ പേപ്പർ പിടിച്ച് പുറത്തേക്കിറങ്ങി. വേണ്ട, നിനക്കൊന്നുമില്ലെന്ന് അറിയുമ്പോൾ തന്നെ അവൾ നിന്നെ ആട്ടി ഓടിച്ചോളും, മോഹിനി പുറത്തേക്ക് ഇറങ്ങുന്നവനോട് ഉറക്കെ പറഞ്ഞു. ഡാ, അജി വിളിച്ചു പുറകെ ചെന്ന് അവനെ പിടിച്ചു നിർത്തി. നീ സീരിയസ് ആണോ? ത്രിലോക് ഗൗരവത്തിൽ മൂളി. പിന്നെ എന്തിനാ ഇത്? അവൻ ഡിവോഴ്സ് പേപ്പർ നോക്കി. അവളുടെ മുന്നിൽ വെച്ച് തന്നെ കീറിക്കളയാൻ ത്രിലോക് അവനെ മറികടന്ന് നടന്നു. ഷേ, അജി നെറ്റിയിൽ തിരുമ്മി അവിടെ തന്നെ നിന്നു. സന്ധ്യയ്ക്ക് ദീപം തെളിയിച്ചത് അണയ്ക്കാൻ പോകുമ്പോഴാണ് പടിക്കൽ ബുള്ളറ്റ് കണ്ടത്. ഒന്നുകൂടെ നോക്കിയപ്പോൾ അതിൽ ശിവനെയും കണ്ടു. സമയം 6:30 ആയിട്ടുള്ളൂ. വൈദു വേഗം വിളക്കെടുത്ത് അകത്തേക്ക് കയറി. ഇയാളിത് എന്തിനുള്ള പുറപ്പാടാ? വൈദു ഭയത്തോടെ ഡോർ ലോക്ക് ചെയ്ത് കാതോർത്ത് നിന്നു. അപ്പച്ചി അങ്ങനെ പറഞ്ഞപ്പോൾ കാറ് പോലും എടുക്കാതെയാണ് ഇറങ്ങിയത്. ഇവിടെ ഉണ്ടാവുമെന്ന് ഉറപ്പുണ്ട്. കവലയിൽ നിന്ന് ഓട്ടോ പിടിച്ചാണ് പോയത്. കയ്യിൽ കരുതി കുറച്ച് ക്യാഷ് മാത്രമേ ഉള്ളൂ. ATM കാർഡ് അവിടെ തന്നെ വെച്ചു. ത്രിലോകിൽ തന്നെ മാറ്റം ഓർത്ത് ചിരി വന്നു. ആൾക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് കുറച്ചകലെയായാണ് ഇറങ്ങിയത്. ഡോറിൽ തട്ട് കേട്ടപ്പോൾ വൈദു ഭയത്തോടെ അടുക്കളയിൽ നിന്നും വെട്ടുകത്തിയെടുത്ത് കയ്യിൽ പിടിച്ചു. പിന്നെയും തട്ട് കേട്ടു. ശിവേട്ട, എനിക്ക് നിങ്ങളോട് ഒന്നുമില്ല. അന്നും ഇന്നും മര്യാദയ്ക്ക് പോവാൻ നോക്കിക്കോ. എൻ്റെ ഭർത്താവ് അറിഞ്ഞാൽ നിങ്ങളെ കൊന്നുകളയും. പാതി കരച്ചിലോടെയാണ് പറഞ്ഞത്. വൈച്ചു ആ വിളി കേട്ടതും കയ്യിലെ വെട്ടുകത്തി താഴെ വീണിരുന്നു. ഓടിപ്പോയി ഡോർ തുറന്നു. മുന്നിൽ നിൽക്കുന്നവനെ കണ്ട് വൈദു വാവുത്തി പിടിച്ചു നിന്നു. ബാഗും പിടിച്ച് സാധാരണ ബ്ലാക്ക് ഷർട്ടും ജീൻസും ഇട്ട് വീർത്തു നിൽക്കുന്ന ത്രിലോക് സന്തോഷം കൊണ്ട് അവളുടെ കണ്ണു നിറഞ്ഞു. ഓടിച്ചെന്ന് അവൻ്റെ നെഞ്ചിൽ ചേർന്നു. ബാഗിൽ നിലത്തേക്കിട്ട് അവനും അവളെ തിരികെ പുണർന്നു. ആ കാഴ്ച കണ്ട് ചിരിച്ചുകൊണ്ട് ശിവൻ ഇരുട്ടിൽ നിന്നും മാറിപ്പോയി. എത്ര നേരം നിന്ന് കരഞ്ഞെന്നറിയില്ല. ഏയ്, ത്രിലോക് അവളുടെ മുഖം പിടിച്ചുയർത്തി. എന്തേ, ശിവൻ വന്നിരുന്നു? അവിടെ നിൽപ്പുണ്ടായിരുന്നു. വൈദു വഴിയിലേക്ക് കൈ ചൂണ്ടി. ഞാൻ പേടിച്ചുപോയി. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ഒന്നുകൂടെ ഒതുങ്ങി. എന്തിന്? ഞാൻ വന്നില്ലേ? ത്രിലോക് അവളുടെ നെറുകിൽ ചുംബിച്ചു. എന്താ ഞാൻ വിളിച്ചിട്ട് എടുക്കാഞ്ഞേ? വൈദു കരഞ്ഞുകൊണ്ട് അവൻ്റെ കയ്യിൽ തല്ലിക്കൊണ്ടിരുന്നു. സോറി ഡോ. ത്രിലോക് വീണ്ടും അവളെ മുറുകെ പുണർന്നു. സോറി പറഞ്ഞാൽ തീരുമോ? വൈദു കണ്ണു തുടച്ചു. നല്ല തിരക്കായിരുന്നടാ. ത്രിലോക് അവളുടെ മുഖം കൈകുമ്പിളിലെടുത്ത് തള്ളവിരൽ കൊണ്ട് കണ്ണീർ തുടച്ചു മാറ്റി. അപ്പച്ചി. ത്രിലോക് ഡിവോഴ്സ് പേപ്പർ എടുത്തു കാണിച്ചു. വൈദു ഞെട്ടലോടെ അവൻ്റെ പിടിവിട്ട് നീങ്ങി നിന്നു. ത്രിലോക് ഒന്ന് ചിരിച്ചു. അവളെ നോക്കി അത് രണ്ടായി കീറി. പിന്നെയും കീറി തുണ്ടുകളാക്കി അവളുടെ തലയിലൂടെ ഇട്ടുകൊടുത്തു. വൈദു കണ്ണു നിറച്ച് ചിരിച്ചുകൊണ്ട് അവനെ ആഞ്ഞു പുണർന്നു. അതെ, എൻ്റെ ഒന്നുമില്ല കേട്ടോ, എംറ്റിയാണ്. ത്രിലോക് അവളെ അടർത്തി മാറ്റി. വൈദു സംശയത്തോടെ മുഖമുയർത്തി. സ്വത്ത് വേണോ, നീ വേണോ എന്നായി അപ്പച്ചി? ത്രിലോക് ഒന്ന് നിശ്വസിച്ചു. എന്നിട്ട് വൈദു ചോദിച്ചു.
നീയുള്ളപ്പോൾ എനിക്കെന്തിനു വേറെ സ്വത്ത്? ത്രിലോക് കണ്ണടച്ച് കാണിച്ചു. അയ്യടാ. വൈദു ചിരിച്ചിട്ട് അവൻ്റെ ബാഗെടുത്ത് ഉള്ളിലേക്ക് കയറി. കഴിക്കാൻ എന്താടോ? ത്രിലോക് വയറമർത്തി പിടിച്ചു. വിശക്കുന്നുണ്ടോ? ചോറുണ്ട്. വൈദു ബാഗ് റൂമിൽ വെച്ച് കിച്ചണിൽ ചെന്നു. വേഗം ആഹാരം ചൂടാക്കി. ത്രിലോക് അവളുടെ പുറകെ വന്നു. കട്ടിലപ്പടിയിൽ തലയൊന്ന് തട്ടി. ശബ്ദം കേട്ടാണ് വൈദു തിരിഞ്ഞത്. അവിടെ ഇരുന്നോ, ഞാൻ കൊണ്ടുവരാം, വൈദു പറഞ്ഞു. ഏയ്, ഞാനൊന്ന് വന്നതല്ലേ, ഉള്ളിൽ പോലും കയറിയില്ലല്ലോ. ത്രിലോക് ആ ചെറിയ അടുക്കള ചുറ്റും വീക്ഷിച്ചു. ഇവിടെ വല്ല സൗകര്യമൊന്നുമില്ലാട്ടോ, വൈദു പറഞ്ഞു. ത്രിലോക് അത് ശ്രദ്ധിക്കാതെ അടുക്കള വഴി പുറത്തേക്കിറങ്ങി. അവിടെ നിന്ന് ചെറിയ മുറ്റമാണ്. ഉമ്മറത്തെ മുറ്റത്തേക്ക് വേഗം നോട്ടം പോവും. ചെറിയ സാമ്പാറും പപ്പായ വെറുതെ തോരനുമാണ് വെച്ചിരിക്കുന്നത്. ഇഷ്ടാവോ എന്തോ. വൈദു എല്ലാം എടുത്ത് ഹാളിലെ ടേബിളിൽ കൊണ്ടുവച്ചു. അവനെ കാണാതെ അവൾ അടുക്കള മുറ്റത്തേക്ക് ഇറങ്ങി. അമ്മിത്തെട്ടി ചാരി സിഗരറ്റ് വലിച്ചു നിൽക്കുന്നുണ്ട്. കഴിക്കാൻ എടുത്തു വെച്ചിട്ടുണ്ട്. വൈദു അവൻ്റെ അടുത്തേക്ക് ചെന്ന് നിന്നു. ത്രിലോക് വേഗം സിഗരറ്റ് താഴേക്കിട്ടു. നീ കഴിച്ചോ? ത്രിലോക് കൈ കഴുകിയിരുന്നു. സമയമായിട്ടില്ല. വൈദു എല്ലാം വിളമ്പി അവൻ്റെ അടുത്ത് തന്നെ ഇരുന്നു. ഉച്ചയ്ക്ക് കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് കഴിക്കുന്നതിൽ ധൃതി കൂടി. കറികളൊക്കെ നന്നായിട്ടുണ്ട്. അവൻ കഴിച്ചു വരുമ്പോഴേക്കും അവൾ ബെഡ് വിരിച്ചിരുന്നു. ഞാനിപ്പോൾ കിടക്കുന്നില്ലടോ. ത്രിലോക് ഓടിക്കൊണ്ടിരുന്ന TV നോക്കി ചെറിയ സോഫയിലേക്ക് ഇരുന്നു. കുളിക്കുന്നുണ്ടോ? വൈദു റൂമിൽ നിന്നും വന്നു. രാവിലെ കുളിച്ചതാണ്. ത്രിലോക് വേണ്ടെന്ന് പറഞ്ഞിട്ടും വൈദു അടുക്കളയിൽ പോയി വെള്ളം ചൂടാക്കി കൊടുത്തു. ചൂടുവെള്ളത്തിൽ കുളിച്ച് ത്രിലോക് ബാഗിൽ നിന്ന് സാധാ ഷോർട്ട്സും ബനിയനും എടുത്തു ധരിച്ചു. തലതുവർത്തി ചെല്ലുമ്പോൾ സോഫയിലിരുന്ന് വൈദു TV കാണുന്നുണ്ട്. അവനെ കണ്ടതും അവൾ നീങ്ങിയിരുന്നു. ത്രിലോക് ചിരിച്ചുകൊണ്ട് അവളുടെ മടിയിൽ തലവെച്ച് കിടന്നു. വൈദു പെട്ടെന്ന് മിന്നലേറ്റ പോലെ ഒന്ന് വിറച്ചു. ത്രിലോക് അവളുടെ മുഖം കണ്ട് നെറ്റി ഉയർത്തി. ഏയ്, വൈദു പറഞ്ഞു. അവൻ സോഫയിൽ വെച്ച് അവളുടെ കൈയെടുത്ത് അവൻ്റെ തലയിൽ വെച്ചു. വൈദു അവൻ്റെ തലയിൽ ചെറുതായി മസാജ് ചെയ്യാൻ തുടങ്ങി. വൈച്ചു, ത്രിലോക് വിളിച്ചു. വൈദു TVയിൽ നിന്ന് കണ്ണുകൾ മാറ്റി അവനെ നോക്കി. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒന്നുമില്ല. ത്രിലോകിൻ്റെ മുഖത്ത് നിരാശ നിറഞ്ഞു. അതിന് വൈദു വീണ്ടും TVയിലേക്ക് നോക്കി. അല്ല, നിന്റെ അച്ഛനും അമ്മയും അറിഞ്ഞാൽ എന്താ? വൈദു നെറ്റി ചുളിച്ചു. ഒന്നുമില്ല. അവളുടെ ഗൗരവം കണ്ടതും ത്രിലോക് അവിടെ തന്നെ കിടന്നു. അപ്പച്ചി പറഞ്ഞതാണ് അപ്പോൾ ഓർമ്മ വന്നത്. ഒന്നുമില്ലെങ്കിൽ അവൾ ആട്ടി ഓടിക്കും. ത്രിലോക് ഒന്ന് ചിരിച്ചു. അന്ന് അയച്ചു തന്നതിൽ 5 എടുത്തിട്ടുള്ളൂ. ബാക്കി 20 lakhs അതിൽ തന്നെയുണ്ട്. വൈദു അവനെ ഒന്ന് ഓർമ്മിപ്പിച്ചു. മറുപടി കിട്ടാതായപ്പോൾ വൈദു അവനെ നോക്കി. മിഴികൾ അടച്ച് ഉറക്കം പിടിച്ചിരുന്നു അവൻ. അമ്മ ചെയ്തത് ഒട്ടും ശരിയായില്ല, അജി പറഞ്ഞു. മോഹിനി ഫയലിൽ നിന്ന് മുഖമുയർത്തി. ഞാൻ കണക്കുകൾ നോക്കുന്നേ ഉള്ളൂ. അത് നോക്കി കഴിഞ്ഞിട്ട് പറയാം ആര് ചെയ്തതാ ശരിയെന്ന്, മോഹിനി പറഞ്ഞു. അജി പിന്നെ ഒന്നും മിണ്ടാതെ റൂമിൽ പോയി. മോഹിനി വാച്ചിലേക്ക് നോക്കി. ത്രിലോക് തിരികെ വരേണ്ട സമയം കഴിഞ്ഞു. അവരുടെ മനസ്സ് അസ്വസ്ഥമായി. ഫയലുകളെല്ലാം എടുത്ത് അവർ പുറത്തേക്ക് ഇറങ്ങി. അമ്മ ഈ രാത്രിയിൽ എങ്ങോട്ടാ? അജി ചോദിച്ചു. ഞാൻ തറവാട്ടിലേക്ക്, മോഹിനി പറഞ്ഞു. ഇപ്പോഴോ? മോഹിനി കാറിൽ കയറി. കുഞ്ഞിനെ ഇറക്കി വിട്ടത് ശരിയായില്ല, ഡ്രൈവർ പറഞ്ഞു. വേണമെന്ന് വിചാരിച്ചല്ല. വൈദേഹി എങ്ങനെയുള്ള തരക്കാരിയാണെന്ന് ഇങ്ങനെ അറിയാൻ പറ്റൂ, മോഹിനി പറഞ്ഞു. അതെങ്ങനെ? ഇത്ര സൗകര്യത്തിൽ കഴിഞ്ഞിട്ട് അവർക്കവിടെ ജീവിക്കാൻ പറ്റൂ, മോഹിനി പറഞ്ഞു. ഒരുമയുണ്ടെങ്കിൽ ഉലക്കയിലും കിടക്കാം, ഡ്രൈവർ ചിരിച്ചു. രാത്രി 12 മണി കഴിഞ്ഞപ്പോൾ ഡോറിൽ തട്ട് കേട്ടത്. സോഫയിൽ ചാരിയിരുന്ന് ഉറങ്ങിയ വൈദു എഴുന്നേറ്റു. വീണ്ടും ഉറക്കി തട്ട് കേട്ടതും അവൾ ത്രിലോകിനെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു. അവന് ഉറക്കം മുറിഞ്ഞ ആലസ്യത്തിൽ കണ്ണും വീഴ്ചു. ഡോറിൽ തട്ട് കേട്ടപ്പോൾ വൈദുവിനെ നോക്കി. വൈദേഹി, തുറക്ക്. ഏതോ പുരുഷ ശബ്ദം. വൈദേഹി നെറ്റി ചുളിച്ച് ത്രിലോകിനെ നോക്കി. ആരാ? അവളുടെ ശബ്ദം ഇടറി. അതൊക്കെ പറയാം, തുറക്ക് പെണ്ണെ. ത്രിലോക് എഴുന്നേറ്റ് അടുക്കളയിലേക്ക് നടന്നു. കണ്ണുകൊണ്ട് വൈദേഹിയോട് തുറക്കാൻ പറഞ്ഞു. അവൾ പേടിച്ചു പോയിരുന്നു. അവൻ ധൈര്യം നൽകി. വൈദു ഭയത്തോടെ ഡോർ തുറന്നതും 2 ആളുകൾ ഉള്ളിലേക്ക് കയറി ഡോറടച്ചു. വൈദു അവരെ 2 ആളെയും മാറി മാറി നോക്കി. ഒന്ന് ഇന്നലെ രാത്രി കൊണ്ടുവിട്ട ഓട്ടോ ഡ്രൈവറാണ് താൻ. വൈദേഹി കൈ ചൂണ്ടി. എൻ്റെ പൊന്നുമോളെ, ഒന്ന് സഹകരിക്ക്. എത്ര വേണമെങ്കിലും തരാം. ഇന്നലെ മുതൽ ചുറ്റിപ്പറ്റി നടക്കുന്നതാ. ആ ശിവൻ കാവൽ നിന്നതുകൊണ്ട് ഇങ്ങോട്ട് അടുക്കാനേ പറ്റിയില്ല. ഡ്രൈവർ വൈദുവിൻ്റെ കയ്യിൽ കയറി പിടിച്ചു. കൈയെടുക്കടോ, വൈദു ദേഷ്യത്തിൽ പറഞ്ഞു. ഓ പിന്നെ, അത്ര നിഗളിക്കല്ലടി. ഇന്നും ഇന്നലെയുമല്ല, കൊല്ലങ്ങളായി നിന്നെയൊക്കെ മോഹിക്കാൻ തുടങ്ങിയിട്ട്. അയാൾ അവിടെ കയ്യിൽ പിടിച്ച് അവനിലേക്ക് ചേർത്ത് നിർത്തി. വിടട പട്ടി. വൈദു നിന്ന് കുതറി. ഡോ, ഒരു തുണിയെടുക്ക്, ഇവിടെ വായിൽ തിരുകാൻ. ഡ്രൈവർ പറഞ്ഞതും കൂടെ വന്ന ഒരുത്തൻ ചുറ്റും തുണി നോക്കി. വൈദു നിന്ന് പിടഞ്ഞു. ഒന്ന് സഹകരിക്ക് എൻ്റെ കൊച്ചെ, ഡ്രൈവർ പറഞ്ഞു. ദാ ഇത് മതിയോ? ത്രിലോക് കയ്യിലെ തോർത്ത് നീട്ടിപ്പിടിച്ചു. തുണി തിരിഞ്ഞയാൾ ഞെട്ടി നിന്നു. ത്രിലോക് അടുക്കളയിൽ നിന്ന് വന്നു.
ആ ഒന്ന് സഹകരിക്കടി ഭാര്യ, ത്രിലോക് ചിരിച്ചു. വൈദു അവനെ ദേഷ്യത്തോടെ നോക്കി. ഡ്രൈവറുടെ കൈകൾ മെല്ലെ അയഞ്ഞു. വായിച്ചു, മുറിയിൽ പൊക്കോ, ഇവന്മാരോട് ഞാൻ സഹകരിച്ചോളാം, ത്രിലോക് ക്രൂരമായ ചിരിയോടെ പറഞ്ഞതും ഒരുത്തൻ ഡോർ തുറന്ന് ഓടാൻ നോക്കി. അവന് ഷർട്ടിൻ്റെ പുറകിൽ പിടിച്ച് അടിവയറ്റിലിടിച്ച് പൊക്കിയെടുത്തു, മലർത്തിയടിച്ചു. അവനൊരു അലർച്ചയോടെ വയർ പൊത്തിപ്പിടിച്ച് ചുരുണ്ടുകൂടി കിടന്നു. ഡ്രൈവർ കൈകൾ അവളുടെ മേലെ നിന്നെടുത്ത് ത്രിലോകിനെ അടുക്കാൻ ഓങ്ങിയതും ത്രിലോക് ചിരിച്ചുകൊണ്ട് അവൻ്റെ കയ്യിൽ പിടിച്ച് തിരിച്ചു. വായിച്ചു, മുറിയിൽ പൊക്കോ. ത്രിലോക് അവൻ്റെ കൈ പിടിച്ചു തിരിച്ച് ചുമരിനോട് ചേർത്തി നിർത്തി. വേണ്ട, വിട്. വൈദു കരഞ്ഞു തുടങ്ങി. വായിച്ചു, പോവാൻ. ത്രിലോക് അലറിയതും വൈദു വേഗം മുറിയിലേക്ക് കയറി. നിലത്ത് പിടിഞ്ഞു കൊണ്ടിരുന്നവൻ മെല്ലെ പിടിച്ച് എഴുന്നേറ്റ് പുറത്തേക്കോടി. അവൾ മുറിയിൽ കയറി ഡോർ അടച്ചപ്പോൾ ത്രിലോക് അയാളുടെ മുഖം ചുമരെ പിടിച്ചുരച്ചു. ടേബിളിൽ വെച്ച് അയാളുടെ പുറത്ത് വരഞ്ഞു. എൻ്റെ പെണ്ണിനെ തന്നെ വേണമല്ലേടാ നിനക്ക് സഹകരിക്കാൻ. ത്രിലോക് അവനെ തിരിച്ചു നിർത്തി മർമ്മസ്ഥാനത്ത് മുട്ടുകൾ കയറ്റി അയാൾ അവിടെ പൊത്തിപ്പിടിച്ചുകൊണ്ട് ഒരു അലർച്ചയോടെ താഴേക്ക് ഊർന്നിരുന്നു. ത്രിലോക് ഒന്ന് കിതച്ചു. അയാളെ തൂക്കിയെടുത്ത് വഴിയിൽ കൊണ്ടുപോയിട്ടു ഉള്ളിൽ വന്നു. വായിച്ചു. ത്രിലോക് വിളിച്ചതും വൈദു ഡോർ തുറന്ന് വേഗം അവൻ്റെ അടുത്തേക്ക് വന്നു. ത്രിലോകിനെ പേടിയോടെ മുഴുവനായി നോക്കി. എന്തെങ്കിലും പറ്റിയോ? വൈദു അവനെ തിരിച്ചു നിർത്തിയൊക്കെ നോക്കുന്നുണ്ട്. ഏയ്, നീ പേടിച്ചോ? ത്രിലോക് അവളുടെ തോളിലൂടെ കൈയിട്ട് ചേർത്തി നിർത്തി. മൂളുന്നതിനൊപ്പം അവനറിഞ്ഞു അവളുടെ വിറയൽ. പേടിത്തൊണ്ടി, ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ? ത്രിലോക് പറഞ്ഞു. പോ, എന്നോട് സഹകരിക്കാൻ പറഞ്ഞിട്ട്. വൈദു മുഖം വീർപ്പിച്ചു. അത് ചുമ്മാ. ത്രിലോക് മിഴികൾ ചിമ്മിക്കാണിച്ചു. ഓഹോ, ഞാൻ കരുതി സീരിയസ് ആണെന്ന്. സഹകരിക്കാൻ നിൽക്കായിരുന്നു ഞാൻ. വൈദു ചുണ്ട് ഉള്ളിലേക്ക് പിടിച്ചു. കൊല്ലും ഞാൻ. ത്രിലോക് അവളുടെ ഇടുപ്പിലൂടെ ചേർത്ത് കവിളിൽ അമർത്തി കടിച്ചു. ആ, വൈദു അലറി.